ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിളിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, അമേരിക്ക ഈസ് ഡാഷ് റിച്ചസ്റ്റ് കൺട്രി. നമുക്കറിയാം ഡാഷ് കഴിഞ്ഞിട്ട് റിച്ചസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. റിച്ചസ്റ്റ് എന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കുമെന്ന് പഠിച്ചു? ദ എന്ന ആർട്ടിക്കിൾ ചേർക്കുക. അപ്പോൾ ദ റിച്ചസ്റ്റ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത രണ്ടാമത്തെ ചോദ്യം, ശ്രീലങ്ക ഈസ് ഡാഷ് ഐലൻഡ്. ഇവിടെ ഐലൻഡ് ആണ് ഡാഷ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഐലൻഡ് ഉച്ചരിക്കുമ്പോൾ ആ എന്ന മലയാളത്തിലെ സ്വരാക്ഷരത്തിൽ ഉച്ചാരണം തുടങ്ങും. അതുകൊണ്ട് അതിന് മുന്നിൽ എന്ത് ചേർത്ത് പറയണം? ഒരു വാക്ക് ഉച്ചരിച്ചാൽ സ്വരാക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണമെങ്കിൽ ആൻ ചേർത്ത് പറയുക. അതുകൊണ്ട് ആൻ ഐലൻഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത്, ക്രിയേറ്റിവിറ്റി ഈസ് എ ക്വാളിറ്റി ദാറ്റ് ഡാഷ് ആർക്കിടെക്റ്റ് മസ്റ്റ് പൊസസ്. ആർക്കിടെക്റ്റിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും? ആർക്കിടെക്റ്റ് ആ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് സ്വരാക്ഷരമായതിനാൽ ആൻ എന്ന ആർട്ടിക്കിൾ ചേർക്കുന്നു. അതുകൊണ്ട് മൂന്നാമത്തതിൻ്റെ ഉത്തരം ആൻ ഉത്തരമായിട്ട് വരുന്നു. നോക്കിയേ നാലാമത്തത്, ഇൻ ഡാഷ് ഇയേഴ്സ് ടൈം ഐ വിൽ റീപേ ദ ഡെപ്റ്റ് കംപ്ലീറ്റ്ലി. അപ്പോൾ നമ്മൾ ഇയറിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കുമെന്ന് പഠിച്ചു? ഇയറിന് മുന്നിൽ ഈ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. ഇയ നോക്ക്, ഈ എന്ന മലയാള അക്ഷരം ഇയ എന്ന മലയാള അക്ഷരം, ഈ അല്ല ഇയ എന്ന മലയാള അക്ഷരത്തിലാണ്. ഈ എന്നത് തെറ്റാണ്. അതുകൊണ്ട് ഇയറിന് മുന്നിൽ എ ഇയർ എന്നത് ഉത്തരമായിട്ട് വരുന്നു. എ ഇയർ എഗോ. അപ്പം ഇയ എന്നാണ് ഉച്ചരിക്കുന്നത്. ഇയർ എന്നത് യ എന്ന മലയാള അക്ഷരത്തിൽ ഉച്ചാരണം വരുന്നതുകൊണ്ട് എ ഇയർ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഡാഷ് റിച്ച് ഷുഡ് പുവർ. റിച്ച് ഷുഡ് ഹെൽപ്പ് ഡാഷ് പുവർ. നോക്കിയേ അവിടെ റിച്ച് എന്നും പുവർ എന്നും എന്ന് പറയുന്നത് രണ്ടും ഏത് നമ്മുടെ അഡ്ജക്റ്റീവ്സിന് സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ അഡ്ജക്റ്റീവുകൾ ഒരു വർഗത്തെ മുഴുവനായി സൂചിപ്പിച്ചാൽ, അവിടെ ദ എന്ന ആർട്ടിക്കിൾ നമുക്ക് പറയാം. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതൊരു വർഗത്തെ മുഴുവനായി സൂചിപ്പിച്ചാൽ നമുക്ക് അവയ്ക്ക് മുന്നിൽ എന്ത് ചേർത്ത് പറയാം? ദാ ചേർത്തിട്ട് പറയാം. ദ റിച്ച് എന്ന് പറയുന്ന പണക്കാർ എന്ന വർഗത്തെ മുഴുവനായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെ ഉത്തരം ദാ വരുന്നു. രണ്ടാമത്തെ പുവർ എന്ന് പറയുന്നത് പുവർ കാറ്റഗറി മുഴുവനായി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ദാ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ദാ ഉത്തരമായിട്ട് വരുന്നു. ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത്, ഹാവ് യു ടോൾഡ് ഹിം എബൌട്ട് ഡാഷ് ആക്സിഡൻറ്റ്. നമുക്ക് ആക്സിഡൻറ്റ് എന്നത് ആറാമത്തെ ചോദ്യത്തിൽ ആക്സിഡൻറ്റിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും? നോക്കിയോ, ഹാവ് യു ടോൾഡ് എബൌട്ട് ദ ആക്സിഡൻറ്റ് എന്ന് ഉച്ചരിക്കുന്നു. നോക്കിയോ, ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. എബൌട്ട് ദ ആക്സിഡൻറ്റ്. അതുകൊണ്ട് ദ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ഏഴാമത്തെ ചോദ്യം നോക്കിയേ, വെൻ ഡാഷ് ടൈറ്റാനിക് വാസ് ക്രോസിംഗ് ഡാഷ് അറ്റ്ലാന്റിക് ഷീ സ്ട്രക്ക് ആൻ ഐസ്ബർഗ്. നോക്കിയേ അവിടെ ടൈറ്റാനിക്കിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും? കപ്പലുകളുടെയും ഷിപ്പുകളുടെയും ട്രെയിനുകളുടെയൊക്കെ പേരിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കുന്നു. അതുപോലെ അറ്റ്ലാന്റിക് എന്നത് ഒരു സമുദ്രത്തിൻ്റെ പേരാണ്, അവിടെയും ദ ചേർക്കുന്നു. അപ്പോൾ ഉത്തരം ദ ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ദർ ഈസ് ഡാഷ് ഇങ്ക് പോട്ട് നിയർ ദ ടേബിൾ. ഇങ്ക് പോട്ട് ഇ എന്ന മലയാള അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. ഇ എന്ന മലയാള അക്ഷരമായതിനാൽ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചേർത്ത് കൊടുക്കുന്നു? സ്വരാക്ഷരമാണ് ഇ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൻ ഇങ്ക് പോട്ട് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യമാണ്, ഡാഷ് ലയൺ ഈസ് ദ കിങ് ഓഫ് ദി ഫോറസ്റ്റ്. അപ്പം മൃഗങ്ങളെ സൂചിപ്പിക്കുന്ന സെൻറ്റൻസ്, മൃഗങ്ങൾ അല്ലെങ്കിൽ ആ വാക്ക് ഒരു വർഗത്തെ മുഴുവനായി സൂചിപ്പിച്ചാൽ, മൃഗങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഒരു വർഗത്തെ മുഴുവനായി സൂചിപ്പിച്ചാൽ ദ എന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയാം. അപ്പോൾ ദ ലയൺ ഈസ് ദ കിങ് ഓഫ് ഫോറസ്റ്റ്. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ. അതൊക്കെ പറയും പോലെ കൗ എന്നത് പശുവർഗത്തെ മുഴുവനായി സൂചിപ്പിക്കുന്നു. അപ്പം മൃഗങ്ങൾ ഒരു വർഗത്തെ മുഴുവനായി സൂചിപ്പിക്കുകയാണെങ്കിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയാം. ഒൻപതാമത്തതിൻ്റെ ഉത്തരം സി ഓപ്ഷൻ ദ. അടുത്ത പത്താമത്തെ ചോദ്യം നോക്കിയേ, ദ ഓൾഡ് മാൻ ഹൂ ലിവ്സ് ഇൻ
മൈ ഇൻ മൈ നൈബർഹുഡ് ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ. യൂണിവേഴ്സിറ്റി എന്ന വാക്കിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർത്ത് പറയാം? എ എന്ന ആർട്ടിക്കിൾ ചേർക്കാം. എ യൂണിവേഴ്സിറ്റി പ്രൊഫസർ പഠിച്ചതാണ്. അടുത്ത ദിസ് ഈസ് റിയലി ഡാഷ് എൻചാൻറ്റിങ് സീൻ. ദിസ് ഈസ് റിയലി ഡാഷ് എൻചാൻറ്റിങ് സീൻ. അപ്പോൾ നോക്കിയേ, അവിടെ എൻചാൻറ്റിങ് എ എന്ന മലയാള അക്ഷരത്തിൽ ഉച്ചരിക്കുന്നു. അതുകൊണ്ട് എ എന്നത് സ്വരാക്ഷരമായതിനാൽ ആൻ ചേർത്തിട്ട് പറയുന്നു. ദിസ് ഈസ് ആൻ എൻചാൻറ്റിങ് സീൻ. അവിടെ ആൻ, സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. വൈൽ വിസിറ്റിംഗ് ഈജിപ്റ്റ് ഐ വെൻറ്റ് ടു സീ ഡാഷ് നൈൽ. നൈൽ എന്നത് ഒരു നദിയെ സൂചിപ്പിക്കുന്ന വാക്കായതിനാൽ നമ്മൾ അവിടെ എന്ത് ചേർത്ത് പറയുന്നു? എന്ത് ചെയ്യുന്നു? നദികൾക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കും. അതുകൊണ്ട് ദ നൈൽ ഉത്തരമായിട്ട് വരുന്നു. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം. ഡാഷ് അവർ എഗോ ഐ മെറ്റ് ഡാഷ് യൂണിയൻ മെമ്പർ. ഡാഷ് അവർ എഗോ ഐ മെറ്റ് ഡാഷ് യൂണിയൻ മെമ്പർ. 13ാമത്തെ ചോദ്യം. അതിൽ നോക്കിയ അവറിന് മുന്നിൽ നമുക്ക് ഏത് ആർട്ടിക്കിൾ ചേർക്കാം? ആ എന്നത് സ്വരാക്ഷരമായതിനാൽ ആൻ ചേർത്ത് പറയുക. ഇനി യൂണിയന് മുന്നിൽ ഏത് ചേർത്ത് പറയാം? യ എന്ന വ്യഞ്ജനാക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നതുകൊണ്ട് എ ചേർത്ത് പറയാം. അപ്പം ആനും എയും ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി. 14ാമത്തെ ചോദ്യം. ശോഭ ലിവ്സ് വിത്ത് ഹെർ കസിൻസ് ഇൻ ഡാഷ് ഫ്ലാറ്റ് നിയർ ഡാഷ് സ്കൂൾ വെയർ ഷീ ഈസ് സ്റ്റഡിയിങ്. അപ്പോൾ നോക്കിയാണ് ഫ്ലാറ്റിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർത്ത് പറയും? 14ാമത്തെ ചോദ്യത്തിൽ ഫ്ലാറ്റിന് മുന്നിൽ എ ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ് എന്ന അർത്ഥത്തിൽ എ ഫ്ലാറ്റ് നിയർ ദ സ്കൂൾ. എ ഫ്ലാറ്റ് നിയർ ദ സ്കൂൾ വെയർ ഷീ ഈസ് സ്റ്റഡിയിങ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഫ്ലാറ്റ് നിയർ ദ സ്കൂള്. അടുത്ത് നോക്കിയേ. 15ാമത്തെ ചോദ്യം. യെസ്റ്റർഡേ ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ അറ്റ് ദി ബീച്ച്. യൂറോപ്യന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും? യ എന്ന മലയാളത്തിലെ യ എന്ന വ്യഞ്ജനാക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത് കൊണ്ട് നമ്മൾ ഏത് ചേർത്ത് പറയുന്നു? എ യൂറോപ്യൻ എന്ന അക്ഷരത്തിൽ എന്ത് ചെയ്യും പറയുന്നു. അതുകൊണ്ട് ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നു. 15ാമത്തെ ചോദ്യം. അടുത്തത് 16ാമത്തെ ചോദ്യം നോക്കിയേ. ഗംഗ ഈസ് ഡാഷ് സാക്രഡ് റിവർ. നമുക്ക് എ അവിടെ സ എന്ന വ്യഞ്ജനാക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നതുകൊണ്ട് സ എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണം വരുന്നതുകൊണ്ട് നമ്മൾ എ സാക്രഡ് റിവർ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഈസ് ഡാഷ് ബോയ് ഹു വൺസ് ബോട്ട് ഡാഷ് ഡോഗ് ടു ദ ക്ലാസ്. നമുക്ക് ഒരു കാര്യം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ദ ബോയ് ഹു വൺസ് ബോട്ട് എ ഡോഗ് ടു ദ ക്ലാസ്. അപ്പോൾ ദായും എയും വരുന്ന ഓപ്ഷൻ നോക്കുക. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതുകൊണ്ട് എ ഉത്തരമായിട്ട് വരുന്നു. ദിസ് ഈസ് ദ ബോയ് ഹു വൺസ് ബോട്ട് എ ഡോഗ് ടു ദ ക്ലാസ്. എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തത്. സംവെയർ ഇൻ ദി ഡിസ്റ്റൻസ് ഡാഷ് ബെൽ റാങ്. ഒരു ബെല്ല് എന്ന അർത്ഥത്തിൽ എ ബെൽ റാങ് ഉത്തരമായിട്ട് വരുന്നു. 18ാമത്തത് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 19ാമത്തെ ചോദ്യം നോക്കി. ദ ഗേൾ വാസ് വിയറിംഗ് ഡാഷ് യെല്ലോ ഫ്രോക്ക് വിത്ത് റെഡ് ഫ്രിൽസ് അറ്റ് ദ കഫ്സ്. നോക്കിയേ, യെല്ലോ എന്ന വാക്കിന് മുന്നിൽ യ എന്ന അക്ഷരത്തിലാണ് ഉച്ചരിക്കുന്നത്. യ എന്നത് സ്വരാക്ഷരമല്ലാത്തതിനാൽ അവിടെ എ യെല്ലോ ഉത്തരമായിട്ട് വരുന്നു. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ എന്നത് ഉത്തരമായിട്ട് വന്നു. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 20ാമത്തെ ചോദ്യം നോക്കിയേ. വെൻ ആശിഷ് വാസ് വാക്കിംഗ് ത്രൂ ദി സ്ട്രീറ്റ് ഹി മെറ്റ് ഡാഷ് വൺ-eyed beggar ഓൺ ദി പേവ്മെൻറ്റ്. വെൻ ആശിഷ് വാസ് വാക്കിംഗ് ത്രൂ ദി സ്ട്രീറ്റ് ഹി മെറ്റ് ഡാഷ് വൺ-eyed beggar. വൺ-eyed വാ എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണം തുടങ്ങുന്നതുകൊണ്ട് എ വൺ-eyed beggar ഉത്തരമായിട്ട് വരുന്നു. വാ എന്ന അക്ഷരം സ്വരാക്ഷരം അല്ലാത്തതിനാൽ നമ്മൾ എ ചേർത്തിട്ട് പറയുന്നു. 20ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. അടുത്ത 21ാമത്തെ ചോദ്യം നോക്കിയേ. ദ ടീച്ചർ ഡ്രൂ എ ട്രീ ഓൺ
ഓൺ ഡാഷ് ബ്ലാക്ക് ബോർഡ്. ഓൺ ദി ബ്ലാക്ക് ബോർഡ്. ദി എന്നത് ഉത്തരമായിട്ട് വരുന്നു. ഒരു കാര്യം എടുത്തു പറയാൻ വേണ്ടി ദാ ചേർത്തിട്ട് പറയുന്നു. ഇനി യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ആർട്ടിക്കിൾ. ആർട്ടിക്കിളിൻ്റെ കറക്റ്റായിട്ടുള്ള യൂസേജ് കൊടുക്കാനാണ് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെയർ വെർ സെവറൽ ബാറ്റിൽസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ. നോക്കിയേ, അവിടെ ഇംഗ്ലീഷ് ഫ്രഞ്ച് ഓപ്ഷനിൽ വന്നിരിക്കുന്നത് ഇംഗ്ലീഷും ഫ്രഞ്ചിനും മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കും എന്ന രീതിയിലാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ ദാ ചേർത്തിട്ട് പറഞ്ഞു. ഇവിടെ ഇംഗ്ലീഷ് എന്നതും ഫ്രഞ്ച് എന്നതും ഒരു രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്ന വാക്കായതിനാൽ ദ ഇംഗ്ലീഷ് ദ ഫ്രഞ്ച്. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിന് ഉത്തരം എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. എന്നാൽ ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ ഒന്നും ചേർക്കരുത്. ഓർമ്മയിലിരിക്കുക, ഇവിടെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഭാഷയല്ല, ആ രാജ്യത്തെ ജനങ്ങളെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ദ എന്നത് 2 വാക്കിന് മുന്നിലും വരണം. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം നോക്കിയേ. ദിസ് മോർണിംഗ് ഐ മെറ്റ് ഡാഷ് ഓൾഡ് ഫ്രണ്ട്. ഓ എന്നത് ദി ഓൾഡ് ഫ്രണ്ട്. ഓ എന്നത് ഒരു സ്വരാക്ഷരമായതിനാൽ ആൻ ഓൾഡ് ഫ്രണ്ട് ഉത്തരമായിട്ട് വരുന്നു. 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 24ാമത്തെ ചോദ്യം നോക്കി. ഡാഷ് കോളേജ് ഹാസ് ഡാഷ് ന്യൂ ലുക്ക്. ഡാഷ് കോളേജ് ഹാസ് ഡാഷ് ന്യൂ ലുക്ക്. നമുക്ക് ദ കോളേജ് ഹാസ് എ ന്യൂ ലുക്ക്. ദ കോമ എ ഉത്തരമായിട്ട് വരുന്നു. ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ ദാ ചേർത്തിട്ട് പറയാം. ദ കോളേജ് ഹാസ് എ ന്യൂ ലുക്ക്. അടുത്ത ഹി വർക്ക്സ് 8 hours ഡാഷ് ഡേ. എ ഡേ അവിടെ ഉത്തരമായിട്ട് വരുന്നു. 25ാമത്തെ ചോദ്യത്തിന് ഉത്തരം എ ഡി ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 26ാമത്തെ ചോദ്യം നോക്കിയേ. ദ പേഴ്സൺ ഹു ഡൈഡ് യെസ്റ്റർഡേ വാസ് ഡാഷ് ഹാർട്ട് പേഷ്യൻറ്റ്. വാസ് എ ഹാർട്ട് പേഷ്യൻറ്റ് പറയുമ്പോഴേ ഉത്തരം കിട്ടും. വാസ് എ ഹാർട്ട് പേഷ്യൻറ്റ്. ഒരു എന്ന അർത്ഥത്തിൽ എ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഗാന്ധി യൂസ്ഡ് ഡാഷ് മേജർ പാർട്ട് ഓഫ് ദി ടൈം ഇൻ ദി സ്പിന്നിങ്. ഗാന്ധി യൂസ്ഡ് ദ മേജർ പാർട്ട് ഓഫ്. ദ മേജർ പാർട്ട് എന്നാണ് ഉത്തരം വരുന്നത്. 27ാമത്തെ ചോദ്യത്തിന് ഉത്തരം ദ ഉത്തരം വരുന്നു. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. 28ാമത്തെ ചോദ്യം നോക്കിയേ. ഐ വിൽ കംപ്ലീറ്റ് ദ കോഴ്സ് ഇൻ ഡാഷ് ഇയർ. ഇയർ യ എന്ന സ്വരാക്ഷരത്തിലല്ല. യ എന്നത് സ്വരാക്ഷരമല്ലാത്തതിനാൽ നമ്മൾ ഏത് ചേർത്ത് പറയുന്നു? അവിടെ എ ഇയർ ഉത്തരമായിട്ട് വരുന്നു. യ എന്നതാണ് ഉച്ചരിക്കുന്നത്, അതുകൊണ്ട് എ ഇയർ ഉത്തരമായിട്ട് വരുന്നു. 28ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 29ാമത്തെ ചോദ്യമാണ്. 29ാമത്തെ ചോദ്യം നോക്കിയേ. ഗോൾഡ് ഈസ് ഡാഷ് പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഓപ്ഷൻ ഡി ഉത്തരമായിട്ട് വരുന്നു. ഒരു എന്ന അർത്ഥത്തിൽ എ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ബ്രൂട്ടസ് വാസ് ഡാഷ് ഓണറബിൾ മാൻ. ഓ എന്ന ഉച്ചാരണമായതിനാൽ ആൻ ഓണറബിൾ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് 31ാമത്തെ ചോദ്യമാണ്. ഐ ഹാഡ് എ വെരി ബാഡ് നൈറ്റ്, ഐ ഡിഡിൻറ്റ് സ്ലീപ്പ് ഡാഷ് വിങ്. ഐ ഡിഡിൻറ്റ് സ്ലീപ്പ് ഡാഷ് വിങ്. നമുക്ക് എ വിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഒരു എന്ന അർത്ഥത്തിൽ എ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത 32ാമത്തെ ചോദ്യമാണ്. ഡാഷ് ബ്രേവ് സോൾജിയർ ലോസ്റ്റ് ഡാഷ് ആം ഇൻ ദി റെസ്ക്യൂ ഓപ്പറേഷൻ. നമുക്ക് 32ാമത്തേൽ ഒന്നാമത്തെ ബ്രേവ് എന്നതാണ് വന്നിരിക്കുന്നത്. ദ ബ്രേവ് സോൾജിയർ ലോസ്റ്റ് ആൻ ആം. ആം എന്നത് ആ എന്ന സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം വരുന്നത്, അതുകൊണ്ട് ഇവിടെ ആന് വരുന്നു, ഇവിടെ ദ വരുന്നു. അപ്പോൾ നമ്മൾ ദായും ആനും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരുന്നു.